എല്ലാ തവണ എൻ്റെ അനിയൻ വരുമ്പോൾ നമ്മൾ രണ്ടാളും കൂടെ എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് പോകാറുണ്ട്. ഇത്തവണ അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി. വർക്കല ഇസ് ഓൾവേസ് സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെ വർക്കല തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ക്ലിഫ് സ്റ്റോറീസിലാണ് സ്റ്റേ ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ റൂമിൻ്റെ അകം. ഇവരുടെ ലൊക്കേഷൻ സൗത്ത് ക്ലിഫിലായിട്ടാണ് വരുന്നത്. വാട്ട് മേക്സ് ക്ലിഫ് സ്റ്റോറീസ് സ്പെഷ്യൽ ഈസ് ദർ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. ഈ ഇൻഫിനിറ്റി പൂളും ബീച്ചും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. പീസ് ആൻഡ് സെറനിറ്റി. ഓൾസോ ദേ ഹാവ് പ്രൈവറ്റ് ബീച്ച് ആക്സസ്. ഒരുപാട് സമയം നമ്മൾ മൂന്നുപേരും കൂടെ അവിടെ ഇരുന്നു. പിന്നീട് ഈവനിങ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള കഫേ ട്രിപ്പിസ് ലൈഫിൽ പോയി. ഇവിടെ നിന്നൊരു ചായയും കുടിച്ച് സൺസെറ്റ് കാണാൻ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വി ഹാവ് ചിക്കൻ നഗറ്റ്സ്, ആൽഫ്രെഡോ പാസ്ത, ജ്യൂസസ് ആൻഡ് കോഫി. പിന്നെ അവിടെ നിന്ന് സൺസെറ്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ക്ലിഫ് സ്റ്റോറീസിൽ വന്നു. പിന്നെ കുറച്ച് സമയം പൂളിലാവാന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം പൂളിലൊക്കെ ഇരുന്ന് താഴെ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കുളിച്ച് റെഡിയായി ക്ലിഫിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഋതൂഷ് ഇതുവരെ വർക്കലയിൽ വന്നിട്ടില്ല. അപ്പോൾ അവനൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ കൊടുക്കണമെന്ന് എനിക്ക് മരിക്കൂട്ടിനുണ്ടായിരുന്നു. പിന്നെ